കർണാടകയിലെ കോൺഗ്രസ് എംഎൽഎമാരുടെ വീടുകളിലും ഓഫീസുകളിലും ഇഡി റെയ്ഡ്. ബെല്ലാരി എംപി തുക്രാമിന്റെയും മറ്റ് 3 കോൺഗ്രസ് എംഎൽഎമാർ ഉൾപ്പെടെ 8 കോൺഗ്രസ് നേതാക്കളുടെയും സാമ്പത്തിക വിവരങ്ങളാണ് ഇഡി പരിശോധിക്കുന്നത്. ശരത് ലാൽ ചേരുന്നു വിവരങ്ങളുമായി. ശരത്ത്, ഏത് സാഹചര്യത്തിലാണ് ഇഡിയുടെ ഇങ്ങനെയൊരു പരിശോധന? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, വാൽമീകി സ്കീം പ്രകാരമുള്ള അഴിമതി പണം ബെല്ലാരി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്ന CBI കണ്ടെത്തലിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് EBI ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഇതിൽ ബെല്ലാരി MPയുടെ വസതിയിലും ഓഫീസിലും ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലും റെയ്ഡ് നടക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കൂടിയാണ് ഈ തുക ചെലവഴിക്കപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ CBI നേരത്തെ കണ്ടെത്തിയത്. ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അന്വേഷണമാണ് ED ഇപ്പോൾ നടത്തുന്നത്. ഇതുകൊണ്ട് തന്നെ ബെല്ലാരി ലോക്സഭാ മണ്ഡലത്തിലുള്ള 3 കോൺഗ്രസ് എംഎൽഎമാർ, കോൺഗ്രസിന്റെ ഭാരവാഹികൾ എന്നിവരുടെ വസതികളും ഓഫീസുകളുമാണ് റെയ്ഡ് നടക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചു എന്നത് ഇപ്പോൾ ED പുറത്തു വന്നിട്ടില്ല. എന്നാലും ഇതിനാവശ്യമായ രേഖകളും അതുപോലെ ഇലക്ട്രോണിക് രേഖകളും ലഭിച്ചു എന്നാണ് ED വൃത്തങ്ങൾ പറയുന്നത്. ഇനി വൈകുന്നേരം കൂടി ഇത് സംബന്ധിച്ച പത്രക്കുറിപ്പ് ED പുറത്തിറക്കും എന്നും ED ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ബെല്ലാരിയെ സംബന്ധിച്ചുള്ള കർണാടക കോൺഗ്രസ് സംബന്ധിച്ചുള്ള ഇത് 2ാമത്തെ റെയ്ഡാണ്. നേരത്തെ ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരന്റെ വസതിയിലും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളും നേരത്തെ ED റെയ്ഡ് നടത്തിയിരുന്നു. ഇപ്പോഴാണ് ഈ തുങ്കൂർ ബെല്ലാരി MPയുടെ തുക്കുറാമിന്റെ വസതിയിലേക്കും MLAമാരുടെ വസതിയിലേക്കും ED റെയ്ഡ് നടക്കുന്നത്. ലക്ഷ്മി, ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.